പ്രൈസ് ലോർഡ്. ജോയൽ 2-ാം അധ്യായം 21-ാം വചനം. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷ് ഉല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട. മരുഭൂമിയിലെ പുൽപ്പറകൾ പച്ച വയ്ക്കുന്നു. വൃക്ഷം ഫലം കായ്ക്കുന്നു. അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവ പുഷ്ടി നൽകുന്നു. ആമേൻ. നാം ഒറ്റ കാര്യമാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യത്തിലും ടെൻഷൻ ആവണ്ട, വെറീഡ് ആവണ്ട, നിങ്ങൾ ഭയപ്പെടാതിരുന്നാൽ മതിയെന്ന്. നമുക്ക് പല കാര്യത്തിലും ടെൻഷനായിരിക്കും. അയ്യോ, അതെങ്ങനെ നടക്കും, ആ ജോലി എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ പാസ്സാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമുക്കുള്ളത്. ആ ടെസ്റ്റ് എങ്ങനെ പാസ്സാവും, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനിൽ നിന്ന് കർത്താവ് പറഞ്ഞത്, നീ ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട, കാരണം ഞാൻ നിൻ്റെ കൂടെയാണ് ഉള്ളത്. ഭയപ്പെടണ്ട, നീ ഘോഷിച്ച് സന്തോഷിച്ചാൽ മാത്രം മതിയെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വേവലാദികളും, എല്ലാ ടെൻഷനുകളും, എല്ലാ വറീഡും കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചാൽ മതി. ചിലപ്പോൾ മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ കൊണ്ടുപോയി ഇരിക്കുമ്പം മനുഷ്യൻ ആദ്യമൊക്കെ സഹതാപമൊക്കെ കാണിക്കുമെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കാമെന്ന് പറഞ്ഞാലും മനുഷ്യൻ നമ്മളെ സഹായിക്കത്തില്ല. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് നമ്മളോട് സഹതാപവും സ്നേഹവുമുണ്ട്. നാം എന്ത് കാര്യം ചെന്ന് ആവശ്യപ്പെട്ടാലും കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പോലും നടക്കാതിരിക്കത്തില്ല. ദൈവം നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഈ വചനത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നാം വിശ്വസിച്ച ഈ വചനം ഏറ്റെടുക്കുക. നമുക്ക് എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, ജോലിയില്ലാത്തതായിരിക്കാം, ഫിനാൻഷ്യലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്ത് രോഗമായിരിക്കാം, ഇത് വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മാത്രമേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.